ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നിങ്ങളെല്ലാവരും അറിഞ്ഞ നമ്മുടെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് ഭയങ്കര ആശങ്കയാണത്രേ. ഈ ആശങ്ക എന്തിനാണെന്നല്ലേ, നമ്മുടെ കേരള സർക്കാരിൻ്റെ അധികാരം ഏറ്റെടുത്ത വി സതീശൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതര ഗീതം മുഴുവനായിട്ട് ചൊല്ലിയത്രേ. അതിനാലാണ് മുഹമ്മദ് റിയാസിന് ഭയങ്കര ആശങ്ക വന്നത്. മുഹമ്മദ് റിയാസ് പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വി സതീശനും മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് അഭിനന്ദനങ്ങൾ. മനസ്സിൽ കുന്നോളം കുശുമ്പുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ കാണിച്ച വലിയ മനസ്സ് അത് വലുതാണ്. എന്നാലും ഒരു ഡ്യൂപ്പ് മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച മരുമകന് ഇത് വല്ലാത്തൊരു തിരിച്ചടി തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുഹമ്മദ് റിയാസ് എല്ലാവിധ ആശംസകളും കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം മരുമോൻ്റെ മന്ത്രിസഭ, അതായത് പിണറായി വിജയൻ്റെ മന്ത്രിസഭ കേരളത്തിൽ കൊണ്ടുവന്നത് വികസനത്തിനോട് വികസനമാണ്. പുതിയ സംരംഭം തുടങ്ങാൻ വന്നവർ ഒരു ചാൻ കയറിൽ ജീവനൊടുക്കുന്നു. സംരംഭം ഉള്ളവരെല്ലാം വിറ്റുപെറുക്കി അന്യ സംസ്ഥാനത്തേക്ക് കുടിയേറുന്നു. കർഷകരൊക്കെ പൊറുതിമുട്ടി ആത്മഹത്യ ചെയ്യുന്നു. കൂടാതെ എണ്ണമറ്റ മദ്യഷാപ്പുകൾ തുറന്നു കൊടുക്കുന്നു. ആരോഗ്യ മേഖലേൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. എന്തൊരു വികസനം അല്ലേ. മുഹമ്മദ് റിയാസ് ഇതൊക്കെ പറയുമ്പോഴും മുഹമ്മദ് റിയാസ് പറയുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേ മാതര ഗീതം മുഴുവനായി പാടി എന്നുള്ളതാണ്. അതിനാലാണ് ഇദ്ദേഹത്തിന് ആശങ്ക. ഇങ്ങനെ പറയാൻ മുഹമ്മദ് റിയാസിന് എന്ത് യോഗ്യതയാണുള്ളത്? നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ഇരിക്കുമ്പോൾ താങ്കളല്ലേ പറഞ്ഞത് അറബി താങ്കളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്, അത് സൂക്ഷിക്കുമെന്ന്? അറബി ഭാഷ എന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാണോ? അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ ജനങ്ങളും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണോ? അല്ല, അത് അറബി നാട്ടിലെ അറബികളുടെ ഭാഷയാണ്. എന്നിട്ടും താങ്കൾ അറബി ഭാഷ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണുകളിലൂടെ നോക്കിക്കാണുന്നത് കൊണ്ടാണ് വന്ദേ മാതര ഗീതം കേൾക്കുമ്പോൾ താങ്കൾക്ക് ആശങ്ക വരുന്നത്, അല്ലെങ്കിൽ ആശങ്കയുണ്ടാവുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് ഒന്ന് തന്നെയാണ്. നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഭാരതം രണ്ടായി പിളർത്തി പാകിസ്ഥാൻ എന്ന മതരാജ്യം പിടിച്ചു വാങ്ങി വരും ലോകത്തിലെ എല്ലാ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളും. അതുപോലെ തന്നെ പഹൽഗാമിൽ നീ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട് മുസ്ലിം അല്ലാത്തതിന് ഹിന്ദുക്കളെ 28ഓളം വരുന്ന ഹിന്ദുക്കളെ മൃഗീയമായിട്ട് വെടിവെച്ച് കൊന്ന തീവ്രവാദികളും. എന്തിന് മുസ്ലിം ലീഗും SDP-യും പോപ്പുലർ ഫ്രണ്ടും PDP-യും എല്ലാവരും വായിക്കുന്നത് ഒരേ പുസ്തകമാണ്. ആ പുസ്തകം വായിച്ച് തന്നെയാണ് ഓരോ മുസ്ലിങ്ങളും വളർന്നു വരുന്നതും. മുസ്ലിങ്ങൾ ജീവിക്കുന്നിടം ആ രാജ്യം സമ്പൂർണ്ണ മുസ്ലിം രാജ്യമാകാതെ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പൂർണ്ണതയുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് മുസ്ലിം രാഷ്ട്രം എന്ന ലക്ഷ്യം സാധ്യമാക്കാൻ വേണ്ടി ജിഹാദ് നടത്തുന്നവർക്ക് വന്ദേ മാതര ഗീതം അന്നും ഇന്നും അലർജി തന്നെയാണ്. മതമാണ് 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 പ്രശ്നം. ഞങ്ങൾ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കഴിഞ്ഞ 10 വർഷം മുസ്ലിങ്ങൾക്ക് കിട്ടാതെ പോയ ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങും എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് ഷാജിക്കെതിരെ ഈ മുഹമ്മദ് റിയാസ് എന്തെങ്കിലും പറഞ്ഞതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മതം പറഞ്ഞു വോട്ട് വാങ്ങിയ ഷാജി ഇന്ന് മന്ത്രിയാണ്. മതം പറഞ്ഞു വോട്ട് വാങ്ങിയ ഷാജി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ, മന്ത്രിയാകാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ മുഹമ്മദ് റിയാസിന് ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടായിട്ടില്ല. കാരണം മുഹമ്മദ് റിയാസും ഷാജിയും ഒരേ മതക്കാരനാണ്. അതിൽ ആശങ്കയ്ക്ക് ഒരു വകയും ഇല്ലയെന്ന് മുഹമ്മദ് റിയാസിന് നന്നായിട്ട് അറിയാം. ഓർക്കുക, വന്ദേ മാതര ഗീതം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്ന ഓരോ പോരാളികളുടെയും ധീരയോദ്ധാക്കളുടെയും ഊർജത്തിൻ്റെ സ്രോതസ്സാണ്, ഊർജത്തിൻ്റെ അക്ഷയപാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയരായ ജനങ്ങൾക്ക്, ഭാരതത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് വന്ദേ മാതര ഗീതം ഒരു ആവേശമായി തീരുന്നത്, ഒരു വികാരമായി തീരുന്നത്. ഇത് കേട്ടിട്ട്, വന്ദേ മാതര ഗീതം കേട്ടിട്ട് മുഹമ്മദ് റിയാസിന് ആശങ്ക തോന്നുന്നുണ്ട് എങ്കിൽ വന്ദേ മാതര ഗീതം കേട്ടാൽ മുസ്ലിമിന് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ പേര് രാജ്യം മുറിച്ചു വാങ്ങിയ പാകിസ്ഥാനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അവിടെയാകുമ്പോൾ വന്ദേ മാതര ഗീതം കേൾക്കേണ്ട ഗതികേട് മുഹമ്മദ് റിയാസിന് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റുണ്ടാകുന്നവർക്കെതിരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.